യെസ്. ഹലോ everyone. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെന്റ്. ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെന്റ്. അതായത് ഒരു കോൺട്രാക്ട് കുറച്ച് പാർട്ടീസ് ഉണ്ടാവും. ആ പാർട്ടീസ് എല്ലാവരും കൂടി ഇപ്പൊ ഇവർ രണ്ടുപേരാണെങ്കിൽ ഇഫ് ബോത്ത് പാർട്ടീസ് അഗ്രി ദേ കൻ എൻഡ് ഓർ ചേഞ്ച് ദ കോൺട്രാക്ട്, ദെൻ ദാറ്റ് ഈസ് നോട്ട് ആസ് എ മ്യൂച്വൽ അഗ്രിമെന്റ്. ഇപ്പോ എ അഗ്രീസ് ടു സെൽ കാർ ടു ബി. ഓക്കെ, ബോത്ത് ലേറ്റർ ഡിസൈഡ് ടു ക്യാൻസൽ ദാറ്റ്, കോൺട്രാക്ട് എൻഡ്സ്. രണ്ടുപേരും പറയുന്നത് വേണ്ട വയ്ക്കാം നമുക്കത്, കോൺട്രാക്ട് എൻഡ്സ്. ദാറ്റ് ഈസ് എ മ്യൂച്വൽ അഗ്രിമെന്റോടുകൂടി കോൺട്രാക്ട് എൻഡ് ചെയ്യും. ഓക്കെ, മെത്തേഡ്സ് ഓഫ് മ്യൂച്വൽ ഡിസ്ചാർജ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. Methods of mutual discharge. Methods of mutual discharge. First one is novation. NOVATION. Okay. അതായത് ഒരു പുതിയ കോൺട്രാക്ട് വന്നിട്ട് ആ പഴയ കോൺട്രാക്ടിനെ റീപ്ലേസ് ചെയ്യാണ്. അപ്പം സംഭവിക്കും, ഓൾഡ് കോൺട്രാക്ട് അതോടെ തീരും, പുതിയ കോൺട്രാക്ട് കംസ് ടു പ്ലേസ്. ഇപ്പൊ ഉദാഹരണത്തിന് എ ഓവ്സ് ബി റുപ്പീസ് 10,000. ഓക്കെ, അങ്ങനെ എ ബിക്ക് 10,000 രൂപ കൊടുക്കാനാണ്. ലേറ്റർ ഓൺ അവർ രണ്ടുപേരും അഗ്രി ചെയ്തു ഈ 10,000 രൂപയ്ക്ക് കൊടുക്കുന്നതിന് പകരം കുറച്ച് ഗുഡ്സ് കൊടുത്താൽ മതി. അപ്പൊ പുതിയ ന്യൂ കോൺട്രാക്ട് വന്നു. ദാറ്റ് റീപ്ലേസസ് ദ ഫസ്റ്റ് വൺ. 10,000 രൂപ കൊടുക്കുന്നതിന് പകരം കുറച്ച് ഗുഡ്സ് കൊടുത്താൽ മതി എന്നുള്ള കോൺട്രാക്ട് വന്നു. ദാറ്റ് ഇസ് നോട്ട് ന്യൂ കോൺട്രാക്ട്. ഓക്കെ, അപ്പൊ അവിടെയാണ് നോവേഷൻ വരുന്നത്. അതായത് ഓൾറെഡി ഉള്ളൊരു കോൺട്രാക്ടിനെ വേറൊരു കോൺട്രാക്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് മ്യൂച്വൽ ഡിസ്ചാർജ്. ദാറ്റ് ഇസ് നോവേഷൻ. ഓക്കെ, നൗ വി വിൽ ടോക്ക് അബൌട്ട് ദ സെക്കൻഡ് വൺ. ദാറ്റ് ഇസ് ഓൾട്ടറേഷൻ. ഓൾട്ടറേഷൻ അതായത് ഒരു കോൺട്രാക്ടിൽ ടേംസ് ഉണ്ടാവുമല്ലോ, ആ ടേംസിൽ ഒരു ചേഞ്ച് വരുന്നതാണ്. ദാറ്റ് ഇസ് ഇപ്പോ കോൺട്രാക്ട് അതേപോലെ നിലനിൽക്കും, പക്ഷെ അതിൽ ടേംസ് മാത്രം മാറും. ഉദാഹരണത്തിന് ഇപ്പൊ ആ ഒരു കോൺട്രാക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡെലിവറി ഡേറ്റ് 10th June ആണെന്ന് വെക്കുക, അത് 20th Juneലേക്ക് മാറി. സോ വാട്ട് ഹാപ്പൻസ്, കോൺട്രാക്ട് കണ്ടിന്യൂസ് വിത്ത് ദ ന്യൂ ടേംസ്. അല്ലെ, ഡേറ്റ് മാറി, 10 എന്നുള്ളത് 20 മാറി, പക്ഷെ ആ കോൺട്രാക്ട് ഇസ് സ്റ്റിൽ ദെയർ. അവിടെ ഒരു ഓൾട്ടറേഷൻ മാത്രം സംഭവിച്ചു. ദിസ് ഇസ് നോൺ ആസ് ഓൾട്ടറേഷൻ. ദിസ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഡിസ്ചാർജ്, ഓൾട്ടറേഷൻ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടൈപ്പ് ഇസ് റെസിഷൻ. Okay, that is cancellation of contract. വേറൊന്നുമില്ല, both parties cancel contract. ഇപ്പോ ഉദാഹരണത്തിന് A agrees to rent his house to B. ഓക്കെ, പക്ഷെ ബി അവിടെ മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബോത്ത് agrees to cancel. This is contract cancel. That is clear cancellation of contract ആണ് റെസിഷൻ എന്ന് പറയുന്നത് വരുന്നത്. Clear? What is the next one? Remission. What one is? അത് പറഞ്ഞ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ആക്സെപ്റ്റിംഗ് ലെസർ പെർഫോമൻസ്. അതായത് പ്രോമിസ് ചെയ്തതിനേക്കാളും കുറവ് ആക്സെപ്റ്റ് ചെയ്യാണ്. ഇപ്പോ ബി ഷുഡ് പേ, ഒരു ആസ് പെർ കോൺട്രാക്ട് ബി ഷുഡ് പേ എ റുപ്പീസ് 10,000, പക്ഷെ എ ആക്സെപ്റ്റ്സ് ഫോർ 8,000. അതിനേക്കാളും കുറവ് തന്നെ എ ആക്സെപ്റ്റ് ചെയ്തു. സോ റിമൈനിങ് 2,000 ഒഴിവാക്കി. ദിസ് ഇസ് നോൺ ആസ് റെമിഷൻ. Okay, that is accepting for lesser performance. One party accepts less than promised. അതായത് ഇപ്പൊ ബി എക്ക് കൊടുക്കാനുള്ള 10,000 രൂപയാണെങ്കിൽ എ 8,000 രൂപയ്ക്ക് അക്സെപ്റ്റ് ചെയ്തു. സോ റിമൈനിങ് 2,000 is forgiven. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, now other one is waiver. അതായത് gives up a right. ഒരാൾക്ക് ഒരു സാധനം കിട്ടാനുള്ള അവകാശമുണ്ട്, പക്ഷെ അയാളത് വേണ്ട വെക്കുകയാണ്, വോളണ്ടറിലി വേണ്ട വെക്കുകയാണ്, അയാൾ സ്വമേധയാ വേണ്ട വെക്കുകയാണ്. ദാറ്റ് ഇസ് എ പേഴ്സൺ വോളണ്ടറിലി gives up his legal right. ഇപ്പോ ഒരു എ എന്ന് പറഞ്ഞ ആൾക്ക് he has some rights to receive certain goods.
അയാൾ പറയാണ് നോ നീഡ് ടു ഡെലിവർ. എ പറയാണ് ആ ഗുഡ്സ് എനിക്ക് കിട്ടാനുള്ള അധികം റൈറ്റ് ഉണ്ട്, പക്ഷെ നോ നീഡ് ടു ഡെലിവർ. അങ്ങനെ പറയുന്നത് ഹി ഈസ് ഗിവിംഗ് അപ്പ് എ റൈറ്റ്. അതാണ് വെയ്വർ എന്ന് പറയുന്നത്. ഹിസ് റൈറ്റ് ഈസ് വെയ്ഡ്. ഓക്കെ, ക്ലിയർ. ഇത്രയാണ് എന്റെ ഒരു ഇത് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഡിസ്ചാർജിനെ കുറിച്ച് നമ്മൾ നോക്കി അല്ലെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് വിൽ മൂവ് ഓൺ ടു ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. ഡിസ്ചാർജ് by lapse of time. അതായത് ലിമിറ്റേഷൻ ആക്ട് ഉണ്ട്. ദാറ്റ് ഇസ് ഏതൊരു ഇപ്പൊ ഒരു കോൺട്രാക്ട് അവിടെ ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യപ്പെട്ടില്ല. ഇപ്പൊ 2000 ഒരു കോൺട്രാക്ട് ലംഘിക്കപ്പെട്ടു, അതിന്റെ കേസ് 2026 കൊടുക്കാൻ പറ്റില്ല. There is a time limit. Limitation Act ഉണ്ട്. So law gives a time limit to file a case. ആ ടൈം ലിമിറ്റിനുള്ളിൽ ഫയൽ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആ കേസ് വാലിഡ് ആവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ യു ലോസ് യുവർ റൈറ്റ്. സി, ഉദാഹരണത്തിന് ബി മസ്റ്റ് പേ എ ലോൺ ഇൻ 2000. ഓക്കെ, അപ്പൊ ബി മസ്റ്റ് പേ എ 2000 കൊടുക്കേണ്ടത്. അതിന് 2024 പോയിട്ട് എക്ക് ബിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ടൈം ലിമിറ്റ് ഈസ് ഓവർ. കോൺട്രാക്ട് ബിക്കംസ് അൺഎൻഫോഴ്സബിൾ. ആ ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് പിന്നെ നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് കോടതിയിൽ കേസ് കൊടുത്തിട്ട് നമുക്ക് അതിന് വന്ന നഷ്ടം നികത്താൻ കഴിയില്ല. ക്ലിയർ? ഇനി അടുത്തതെന്ന് പറയുന്നത്, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അതായത് ഏതെങ്കിലും നിയമം കൊണ്ട് ഒരു കോൺട്രാക്ട് അവസാനിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. നൗ അനദർ വൺ ഇസ് മെർജർ. മെർജർ എന്ന് പറഞ്ഞാല് സ്മോളർ കോൺട്രാക്ട്സ് ബിക്കംസ് പാർട്ട് ഓഫ് ബിഗർ കോൺട്രാക്ട്. അതിനാണ് മെർജർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് എയുടെ വീട് ബിക്ക് റെന്റിന് കൊടുത്തു. അപ്പൊ ഇവിടെ റെന്റൽ അഗ്രിമെന്റ് ഉണ്ട് അല്ലെ. ലേറ്റർ ഓൺ ബി എന്ത് ചെയ്തു, ബി ആ എയുടെ പ്രോപ്പർട്ടി തന്നെ വാങ്ങി. സോ അവിടെ ഒരു വലിയ കോൺട്രാക്ട് നടന്നു. അപ്പൊ ഈ റെന്റൽ അഗ്രിമെന്റ് വാലിഡ് ആണോ? അല്ല, കാരണം ഓൾറെഡി അയാൾ ആ പ്രോപ്പർട്ടി തന്നെ വാങ്ങി, പിന്നെ റെന്റൽ അഗ്രിമെന്റ് വാലിഡ് അല്ല. ഇതാണ് മെർജറിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അൺഓതറൈസ്ഡ് ഓൾട്ടറേഷൻ. അതായത് കൺസെന്റ് ഇല്ലാതെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തി കഴിഞ്ഞാൽ ദെൻ അതർ പാർട്ടി ക്യാൻ ക്യാൻസൽ ഇറ്റ്. ഉദാഹരണത്തിന് ഒരു എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്ട്, അതിൽ എ ആ എമൗണ്ട് സീക്രട്ട്ലി ബി അറിയാതെ മാറ്റി വയ്ക്കുക, അതിലെ എമൗണ്ട് ഡീൽ ചെയ്യുന്ന കാര്യം. ദെൻ ബി ക്യാൻ ക്യാൻസൽ ദറ്റ് കോൺട്രാക്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇൻസോൾവൻസി. ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട്. ഓക്കെ, അപ്പോ ഇഫ് കോർട്ട് ഡിക്ലെയർസ് എ ആസ് ഇൻസോൾവന്റ്, അതായത് ഇയാൾ പാപ്പറാണ് എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ദെൻ അയാളുടെ ഡെപ്സിനൊക്കെ എ ഫ്രീഡ് ആണ്. ഓക്കെ, അതായത് അയാളുടെ ഡെപ്സ് അയാൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വേറെ പ്രൊസീജിയർ ഉണ്ടാവും. ബട്ട് ഹീസ് എനിവേ ഫ്രീഡ് ഫ്രം ഹിസ് പ്രീവിയസ് ഡെപ്സ് വെൻ എ ഈസ് ഡിക്ലെയർഡ് ആസ് ഇൻസോൾവന്റ്. ഓക്കെ, ഇൻസോൾവന്റ് പാപ്പർ, ബാങ്ക്രപ്റ്റ് എന്നൊക്കെ പറയും. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി, അതായത് ദിസ് ഇസ് ഇമ്പോസിബിൾ ഫ്രം ദ ബിഗിനിങ്. ആദ്യം തൊട്ട് തന്നെ ഇമ്പോസിബിൾ ആണ്. വെൻ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫ്രം ദ ബിഗിനിങ് ദാറ്റ് ബിക്കംസ് വോയിഡ്. ഓക്കെ, ദാറ്റ് ഇസ് ഇഫ് വർക്ക് ഈസ് ഇമ്പോസിബിൾ ഫ്രം സ്റ്റാർട്ട്, കോൺട്രാക്ട് ഇസ് ഇൻവാലിഡ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു ട്രഷർ കണ്ടുപിടിക്കൂ ബൈ മാജിക് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് എങ്കിൽ ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. അപ്പൊ ദാറ്റ് ഇസ് കോൺട്രാക്ട് ഇസ് വോയിഡ് ഫ്രം ദ കോൺട്രാക്ട് ഇസ് വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഫ്രം ബിഗിനിങ്, ആദ്യം മുതൽ തന്നെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ദെൻ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി, അതായത് ആദ്യം അത് പോസിബിൾ ആയിരുന്നു, ലേറ്റർ ഓൺ ഇറ്റ് ബിക്കംസ് ഇമ്പോസിബിൾ. ഉദാഹരണത്തിന് ഒരു സിംഗർ എഗ്രീസ് ടു പെർഫോം, സ്റ്റേജ് ഷോ പെർഫോം ചെയ്യാൻ സിംഗർ എഗ്രി ചെയ്യാണ്. ലേറ്റർ ഓൺ ഹി ബിക്കംസ് ഇൽ, അയാൾക്ക് സൗണ്ട് വരുന്നില്ല. സോ ദാറ്റ് കോൺട്രാക്ട് എൻഡ്സ്. ബട്ട് അതൊരു
ദാറ്റ് ഇസ് ആൻ ഈവൻ ബിയോണ്ട് ദ കൺട്രോൾ. സോ ആരുടെയും കുറ്റമല്ല, നോ വൺ ഈസ് അറ്റ് ഫോൾട്ട്. ഓക്കെ, ദിസ് ഇസ് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആണ്, അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഇനി നോളേജ് ഓഫ് ഇമ്പോസിബിലിറ്റി, അതെന്താന്ന് വെച്ചാല് നോളേജ് ഓഫ് ഇമ്പോസിബിലിറ്റി, നോളേജ് ഓഫ് ഇമ്പോസിബിലിറ്റി അതായത് ഇഫ് ദ പ്രോമിസർ ന്യൂ ഇറ്റ് വാസ് ഇമ്പോസിബിൾ, അങ്ങനെ ഇപ്പൊ എ ബിക്ക് എയുടെ സ്ഥലം വിൽക്കുകയാണ്. പക്ഷെ അവിടെ ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ വന്നിട്ട് ഗവൺമെന്റ് ആ സ്ഥലം ഓൾറെഡി ഏറ്റെടുത്തു, ഇത് മറച്ചു വെച്ചുകൊണ്ട് ബിക്ക് വിറ്റു. അപ്പൊ ബിക്ക് ഉണ്ടാവുന്ന നഷ്ടത്തിന് എ ഷുഡ് കോമ്പൻസേറ്റ്. അതായത് എക്ക് അറിയായിരുന്നു, ഹി ഹാസ് ദ നോളേജ് ദാറ്റ് ദിസ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഗവൺമെന്റ് ഓൾറെഡി ഈ സ്ഥലം ഏറ്റെടുത്താണ്. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് എ എന്ത് ചെയ്തു, അയാളുടെ സ്ഥലം ബിക്ക് വിറ്റു. അപ്പൊ ഒബ്വിയസ്ലി ബിക്ക് ഒരു നഷ്ടം ഉണ്ടാവും അല്ലെ. സോ എ മസ്റ്റ് ഫോർ കോമ്പൻസേറ്റ് ബി, കോമ്പൻസേഷൻ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ there are some supervening impossibility types. വളരെ സിമ്പിൾ ആണ്. ഐ തിങ്ക് യു ക്യാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. വളരെ സിമ്പിൾ ആണ്, വായിക്കേണ്ട കാര്യമുള്ളൂ. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഗോ. സൂപ്പർവെയിനിങ്, പല ടൈപ്പ് ഓഫ് ഇമ്പോസിബിലിറ്റി ടൈപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വൺ ടൈപ്പ് ഇസ് സബ്ജക്ട് മാറ്റർ ഡിസ്ട്രോയിഡ്. അതൊരു ടൈപ്പാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഇപ്പോ എയുടെ കാറ് ബിക്ക് വിൽക്കാൻ തീരുമാനിച്ചൊരു കോൺട്രാക്റ്റിലെത്തി. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് കാർ ആക്സിഡന്റ് ആയി, കാർ ഫുൾ പൊളിഞ്ഞു. സോ വാട്ട് ഹാപ്പൻസ്, കോൺട്രാക്ട് എൻഡ്സ്. കാരണം ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് കാറാണ്, ആ കാറ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഇമ്പോസിബിലിറ്റി. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് സർക്കംസ്റ്റൻസസ് ആണ് അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് സർക്കംസ്റ്റൻസസ്, ചേഞ്ച് ഓഫ്, ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് അറിയാം, ബട്ട് ഇത് അത്ര ഈസി അല്ലേ, പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഹോൾ ഈസ് ബുക്ക്ഡ് ഫോർ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഹോൾ ബുക്ക് ചെയ്ത് നിൽക്കാം. ലേറ്റർ ഓൺ ആ കല്യാണം ക്യാൻസൽ ചെയ്യപ്പെട്ടു. സോ വാട്ട് ഹാപ്പൻസ്, ഇവന്റ് ഈസ് ബാൻ ആൻഡ് കോൺട്രാക്ട് എൻഡ്സ്. ഇതാണ് ആ സർക്കംസ്റ്റൻസസ് മാറുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പോസിബിലിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നൗ there is a personal incapacity വരികയാണ്. That is also a kind of impossibility വരും. Personal incapacity. Personal incapacity. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാല്, ഇപ്പൊ ഒരു പെയിന്റർ അയാള് ഒരു എഗ്രിമെന്റിലെത്തി ഒരു ബിൽഡിംഗ് പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലേറ്റർ ഓൺ ദ പെയിന്റർ ബിക്കംസ് ഡിസേബിൾഡ്. അപ്പൊ ഹി കാനോട്ട് പെർഫോം ദ കോൺട്രാക്ട് ടൈംസ്. അത്രേ ഉള്ളൂ, ഇതാണ് പറയുന്നത്. ഇനി there is something called discharge by supervening illegality. അതെന്താന്ന് വെച്ചാല് നോക്കാം. ഡിസ്ചാർജ് ബൈ supervening illegality. അതെന്താന്ന് വെച്ചാല് the contract was actually valid. കോൺട്രാക്ട് വാലിഡ് ആയിരുന്നു. ലേറ്റർ ഓൺ ഇറ്റ് ബിക്കംസ് ഇല്ലീഗൽ. ഉദാഹരണത്തിന് ഒരു കോൺട്രാക്ട് ഏർപ്പെട്ടു കുറച്ച് ട്രീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേറ്റർ ഓൺ ഗവൺമെന്റ് ബാൻസ് ട്രീ കട്ടിങ്. അപ്പോ വാട്ട് ഹാപ്പൻസ്, ദാറ്റ് ബിക്കംസ് ഇല്ലീഗലായി. അപ്പോ ഫസ്റ്റ് അത് വാലിഡ് ആയിരുന്നു. ലേറ്റർ ഓൺ ആണ് ഗവൺമെന്റ് അത് ട്രീ കട്ടിങ് ഇല്ലീഗലാക്കി മാറ്റിയത്, ബാൻ ചെയ്തത്, ഗവൺമെന്റ് ബാൻ ചെയ്തത്. സോ ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർട്ടൻ കേസസ് വേർ ഇമ്പോസിബിലിറ്റി ഡസ് നോട്ട് അപ്ലൈ. ഇപ്പൊ ഉദാഹരണത്തിന് എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ആ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ എ ഹാസ് ടു ഡെലിവർ സം ഗുഡ്സ് ടു ബി. ലേറ്റർ ഓൺ ഈ ഡെലിവർ ചെയ്യാൻ വേണ്ട ഗുഡ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഒക്കെ വളരെയധികം കൂടി എന്ന് വെക്കാം. അപ്പൊ എയുടെ പ്രോഫിറ്റ് കുറയില്ലേ? ആ ഒരു കാര്യം കൊണ്ട് അത് ഇമ്പോസിബിൾ ആവില്ല. ഓക്കെ, that doesn't mean impossible. Just because it becomes hard to do a certain thing, it is not discharged. അല്ലെ, ക്ലിയർ? അതേപോലെ തന്നെ ഇപ്പൊ ആദ്യം നമ്മളൊരു കോൺട്രാക്റ്റിലെത്തി, ലേറ്റർ ഓൺ നോക്കുകയാണ്, അത് ചെയ്തു വരുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാവാണ്. അങ്ങനെ വരുമ്പോഴും അത് ഇമ്പോസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ആ പ്രോഫിറ്റ് കുറഞ്ഞത് വെച്ച് അയാള് ചെയ്യുന്ന വേണം. ഓക്കെ,
ഇനി ചെറിയൊരു ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഇസ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച്, ദാറ്റ് ഇസ് ഇഫ് പ്രോമിസർ ഫെയിൽസ് ടു പെർഫോം. അത് നിങ്ങൾ വായിച്ചാൽ മതി. ഒരു ചിലപ്പോൾ അയാൾ പറയാം ഡ്യൂ ഡേറ്റിൽ പറയും എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന്, എ ഡസൻ ഡെലിവർ ഗുഡ്സ് ഓൺ ഡെലിവറി ഡേറ്റ്, അല്ലെങ്കിൽ ബിഫോർ ഡ്യൂ ഡേറ്റ് തന്നെ എ ക്യാൻ സേ ദാറ്റ് ഐ വോണ്ട് ഡെലിവർ. സോ ദിസ് ആർ ദ ടു വേർഡ്സ്. ടു ബൈ വേ ഒക്കെ പറയാൻ അയാൾക്ക് നേരത്തെ തന്നെ ആ ഡേറ്റ് ആവുന്നതിന് മുമ്പ് ഞാനിത് ചെയ്യില്ല എന്ന്. ബൈ ആക്ഷൻ ആ പെർട്ടിക്കുലർ ഡേറ്റിൽ ആ പെർഫോമൻസ് ചെയ്യാതിരിക്കുന്ന രീതിയിലും അയാൾക്ക് ബൈ മേക്കിംഗ് പെർഫോമൻസ് ഇമ്പോസിബിൾ, അങ്ങനെ രണ്ട് രീതിയിലും ഒരു ബ്രീച്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു വെക്കാൻ മതി. വിൽ സ്റ്റോപ്പ് ദ ക്ലാസ്. താങ്ക് യു.